മാധവ് എന്നും ഇത്രയും വൈകാറുണ്ടോ? ഇല്ല, എവിടെയെങ്കിലും കുടിച്ച് ലക്കേട്ട് കിടപ്പുണ്ടാവും. നീ എത്ര ലാഘവത്തോടെയായി പറയുന്നത്? പിന്നെ ഞാനിത് വേണം? സന്ധ്യ ആവുമ്പോ ഭർത്താവിനെ അന്വേഷിച്ച് കണ്ട ബാറുകൾ തോറും കയറി ഇറങ്ങണം. ഇവിടെ ഏട്ടനെന്നും പറഞ്ഞൊരാളുണ്ടല്ലോ, അനിയന് എന്താ പറ്റിയെന്ന് ആ മനുഷ്യൻ അന്വേഷിക്കുന്നുണ്ടോ? മേ സുഖിപ്പിച്ച് 2 വാക്കും പറഞ്ഞ് ഭക്ഷണവും കഴിച്ച് കയറി കിടന്നങ്ങ് ഉറങ്ങും. എന്ത് മനുഷ്യരായി വീട്ടിലുള്ളത്? സ്വന്തം കുടുംബം നോക്കാൻ കഴിയാത്ത മനുഷ്യന് അനിയനെ നോക്കുന്നത്. മാധവിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നിന്റെ ബാധ്യതയല്ലേ? മറ്റാരെയും നീ പ്രതീക്ഷിക്കാൻ വേണ്ട. അതെങ്ങനെ പറ്റും? വേറെ ഒരുത്തില്ല അയാളുടെ മനസ്സിൽ. ഏട്ടത്തിയുടെ അനിയത്തി കൺമുമ്പിലുള്ളിടത്തോളം കാലം അത് നടക്കില്ല. എന്തിനാ എല്ലാരും കൂടി ഇങ്ങനെ ഒരു കുരുക്കിൽ എന്നെ കൊണ്ട് പെടുത്തിയത്? ആട്ടവും പാട്ടവുമായിട്ട് എത്തിയിട്ടുണ്ട്. ഓ, എന്തൊരു വിധിയാണ് എന്റെ ദൈവമേ. ഇഷി, മാധവിനെ എവിടെ വെച്ചാ കണ്ടത്? ശരിയാ, എവിടെ വെച്ചാ നമ്മള് കണ്ടത്? ഞങ്ങൾ പുറത്തു പോയിട്ട് വരുന്ന വഴി മദ്യപിച്ച് ലക്കിട്ട നിലയില് നിങ്ങളെന്നെ പിടിക്കണമെന്നില്ല. ഞാനാണല്ലോ മാധവ്. ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടിട്ട് കാണാതെ പോകാൻ തോന്നിയില്ല ആശിച്ചി. നിനക്ക് തോന്നില്ല? നീ കാരണമല്ലേ ഈ മനുഷ്യൻ നിലയിലായത്. അതാരടേ? നീ കണ്ട് സന്തോഷിക്കാണെന്ന് എനിക്കറിയാം. അതേടി മോളെ, ഇവന്റെ നാശം കണ്ട് രസിക്കാൻ ഭർത്താവിനെ കൂട്ടി വന്നതാ ഇവള്. ലെക്ക് കിട്ട് റോഡിൽ കിടന്നവനെ എത്തോണ്ട് വീട്ടിലെത്തിച്ചവരെ നിങ്ങൾ എങ്ങനെ തന്നെ പറയണം? ഇവളോട് ആരെങ്കിലും പറഞ്ഞോ ഇവനെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ? ഇവനെവിടെ കിടന്നാലേ ബോധം തെളിയുമ്പോ എഴുന്നേറ്റ് പോന്നോളൂ. ഇതൊന്നും അല്ല കാര്യം. മാധവിന്റെ അവസ്ഥ നമുക്ക് കാണിച്ചു തരണം. അമ്മയുടെ മുഖത്തടിക്കാൻ ഇവിടെ വന്നത്. കൊള്ളാം, നല്ല ഭാര്യ. ഇവനെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന് കാരണക്കാരി അമ്മയാണെന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരുത്ത താരിയൊട്ടി പെണ്ണിനെ ചുമന്നോട് നടക്കാൻ? ഈ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കേണ്ടതല്ലേ. ഞാനൊരു കെട്ട് കഴിഞ്ഞവന്, അതിൽ എനിക്ക് 2 മക്കളും ഉണ്ട്. കെട്ടിക്കാത്ത പെണ്ണിനെ കെട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റും. എന്നാൽ നിന്റെ കാര്യം എങ്ങനെയാണോ? നീ അറിഞ്ഞോണ്ടല്ലേ ഇവന് സ്വീകരിച്ച? വെറുതെ ചൊറിയാൻ വരല്ലേ, നിനക്ക് ആള് മാറിപ്പോയി. ഇവനെ എടുത്തോണ്ട് പോണെങ്കിൽ പറ, കിട്ടിയ സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് പോകും ഞാൻ. എനിക്ക് അതിനൊന്നും ഒരു മടിയുമില്ല. തെരുവ് നായ്ക്കൾ കഴിച്ചു കയറി ആഹാരം വെക്കണമെന്ന് കരുതി മാത്രം എടുത്തോണ്ട് വന്നു. ഇഷ്ടമാ വിവരമില്ലാത്ത കൂട്ടെ. ഇവൻ ഇത്രയും വൈകി വരാറ് നിന്റെ ഭർത്താവ് വിളിച്ചോണ്ട് പോയി കുടിപ്പിച്ചതല്ലാന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്തിന്? അത് പറ. എന്റെ ഭർത്താവ് ഈ സമൂഹത്തിൽ നിലയും വിലയൊക്കെയുള്ള ആളാ. നിങ്ങളുടെ മോനെ കുടിപ്പിച്ചിട്ട് മഹേഷിനൊന്നും നേടാനില്ല. ഞാൻ അപേക്ഷിച്ചിട്ടാ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ഈ പ്രവൃത്തി മഹേഷ് ചെയ്തത്. ഇത്രയൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടും നിങ്ങൾ എന്താ ഇനിയും പഠിച്ചു തുടങ്ങാത്തെ? നിങ്ങളുടെ മകൻ ഇങ്ങനെ ആയതിന് കാരണക്കാരി നിങ്ങൾ ഒറ്റ ഒരാളാ. എന്നെ ഒഴിവാക്കാൻ നിങ്ങൾ ഒരു കൊടും ചതി ചെയ്തു. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നോ? ഇഷിതയ്ക്കൊന്നും സംഭവിച്ചില്ല. നിങ്ങൾ ചെയ്തത് എന്നോടുള്ള പുണ്യപ്രവൃത്തിയായിട്ടാ ഞാനിപ്പോ കാണുന്നത്. ഇഷിത ഇങ്ങനെ ഒരു നരകത്തിൽ ജീവിക്കേണ്ടവളല്ലാന്ന് ദൈവത്തിന് തോന്നി കാണും. അതിന് ദൈവം വിധിച്ചത് നിങ്ങൾക്ക് ചേരുന്ന ഈ മരുമകളെയും. ഒരു തൈ നട്ട് ഫലം കിട്ടണമെങ്കിൽ കുറച്ചു കാലം കാത്തിരിക്കണം. ഈശ്വരയ്ക്ക് അത്രേ സംഭവിച്ചുള്ളൂ. നിങ്ങളുടെ മുഴുവൻ കള്ളക്കളികളും പൊളിഞ്ഞു. എന്നിട്ടും മറ്റുള്ളവരുടെ നേരെ വിഷം ചീറ്റാൻ നടക്കുക. എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഇല്ലെന്ന് ഇവിടെ വന്ന് പറഞ്ഞവളാ ഞാൻ. അത് നിങ്ങളെ പേടിച്ചിട്ടാണ് നിങ്ങൾ കരുതിയോ? നിങ്ങൾക്ക് വേണ്ടി ചതിക്ക് കൂട്ടുനിന്ന ഡോക്ടർക്ക് ദൈവം കൊടുത്ത ശിക്ഷ പാവം പേരുകുട്ടിയോടായിരുന്നു. എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ല. ആ ഡോക്ടർ എന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞതാ. നിങ്ങൾക്കറിയോ, പ്രസവിക്കില്ല എന്ന് പറഞ്ഞ ആ ഡോക്ടറാ എന്റെ പ്രസവം എടുക്കുന്നത്. മനുഷ്യന്റെ രൂപം എടുത്താ പോരാ, മനുഷ്യനാവണം. മകനെ തെരുവ് പട്ടികൾ കടിച്ചു കയറി കൊന്നാലും അമ്മയ്ക്ക് ഭാര്യയ്ക്കും ഒന്നുമില്ല. നിനക്ക് എങ്ങനെ കഴിയുന്നു? നിങ്ങൾക്ക് എന്ത് തരം മനുഷ്യരാ? സ്നേഹിച്ച പെണ്ണ് അമ്മയാവില്ലെന്ന് ഒറ്റ കാരണം കൊണ്ട് കൈയൊഴിഞ്ഞു കളഞ്ഞ് ഇയാളെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എന്ത് സായുജ്യം നേടാൻ പോകുന്നത്? നേരിൽ അറിയാവുന്ന മനുഷ്യജീവിയോട് ഒരു കരുണ കാണിച്ചു. എന്റെ ചേച്ചിയുടെ അനുജനാണെന്നുള്ള പരിഗണന കാണിച്ചു. അതല്ലാതെ നിങ്ങൾ ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ എന്ന് പരിതപിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ആശിച്ച് ഇവരുടെ മുന്നിൽ എന്തിനാ ഇങ്ങനെ തലൂനിച്ചു കൊടുക്കുന്നത്? ദുരഭിമാനവും പകയും തലയ്ക്ക് പിടിച്ച ഈ സ്ത്രീ എല്ലാവരെയും മുക്കിക്കൊല്ലും. ഈ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കുക. നീ ആരാടി എന്റെ കുടുംബത്തിക്കാരി ഭരിക്കാൻ? ഇറങ്ങിപ്പോടി അവിടെ. അടങ്ങി നിൽക്കുക. ആരാ നിങ്ങൾക്ക് മനസ്സിനെ എന്ന് പേരിട്ടത്? മനസ്സുണ്ടായിട്ട് വേണ്ടേ മനസ്സിനിയാവാൻ? നിങ്ങൾക്ക് ചേരുന്ന പേര് ഞാൻ പറയുന്നില്ല, അത് നാട്ടുകാർ വിളിച്ചോളൂ. നീ ഇനിയും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നീയും ഞാനും തമ്മിലുള്ള അന്തരം. നീ ഒരു സാധാരണ പെണ്ണ് മാത്രം. പണ്ട് നിന്റെ ഭർത്താവുമായിട്ട് ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നതിന്റെ പേരിൽ നീ എനിക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കേണ്ട. നീ എത്ര ചാടിയാൽ ഇഷിതയ്ക്കൊപ്പം എത്തില്ല. നിന്റെ ഭർത്താവിനെ ഏതെങ്കിലും നല്ല ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കാനോ? നീ എന്നൊരു നല്ല ഭാര്യയാവുന്നോ അന്നേ നിന്റെ ഭർത്താവിനും ബോധം ഉണ്ടാവും. അതല്ലാതെ ഇഷിതയുടെ പിന്നാലെ വന്നേക്കരുത്. മഹേഷ്, താനിങ്ങനെ കത്തിപ്പടരുമെന്ന് ഞാൻ കരുതി. മനസ്സുറപ്പോടെ തന്നെയാ ഞാൻ പോയത്. മനസ്സിനുമയ്ക്ക് ഇനിയെങ്കിലും ഒരു തിരിച്ചറിവുണ്ടാവട്ടെ. അവനവലെ ഡി അഡിക്ഷൻ സെന്ററിലും കൊണ്ടുപോയി ഇടുന്നതന്നെ നല്ലത്. പ്രണയ നൈരാശ്യമൊന്നുമല്ല മാധവന്റെ യഥാർത്ഥ പ്രശ്നം. പ്രണയത്തിന് അവൻ അത്രയും വില കൽപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ന്യൂനതയുടെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ അവൻ തള്ളിക്കളയില്ലായിരുന്നു. അവന്റെ ഉള്ളിൽ അവന്റെ അമ്മയോടുള്ള പകയ. മനസ്സിനെ അമ്മയുടെ ചതിക്കിരയായത് അവന്. എന്നിട്ടും കിട്ടിയ ജീവിതം നിരാശപ്പെടുത്തുന്ന ആ പെൺകുട്ടിയുടെ വാക്കും നോക്കും ഇഷിത ശ്രദ്ധിച്ചില്ല. അവനെ പറ്റി എല്ലാം അറിയുന്നവള്. എന്നിട്ടും ഭർത്താവിനെ താങ്ങി നിർത്താൻ അവൾക്ക് താല്പര്യം. മഹേഷ് പറഞ്ഞതാ സത്യം. അവൾക്ക് മാധവനെ ഇപ്പോഴും സംശയം. അവൾ എന്നെ വേദനിപ്പിച്ചൊന്നും മഹേഷിനോട് ഞാൻ പറഞ്ഞിരുന്നില്ല. അവളെയും വഴിതെറ്റിക്കുന്നതിൽ നല്ലൊരു പങ്ക് മനസ്സിനെ അമ്മയ്ക്കുണ്ട്. എങ്ങനെയാണോ തന്റെ ചേച്ചി അവിടെ ജീവിച്ചു? എന്നിട്ടാണ് അനിയത്തിയെ ഞാൻ സങ്കടപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് എന്നോട് അക്ഷിത യുദ്ധത്തിന് വന്നത്. മഹേഷ് അത് മറന്നില്ല അല്ലേ? എങ്ങനെ മറക്കാന്? മർമ്മത്ത് കിട്ടിയ ഏറെ ആരെങ്കിലും മറക്കൂ? ഇനി ആ വീട്ടിൽ ഒരു ശുദ്ധി കലശം നടക്കണമെങ്കിൽ അക്ഷിത കുറച്ച് ധൈര്യം കാണിച്ച് മുന്നിൽ തിരിച്ചടിക്കാൻ അക്ഷിതയ്ക്ക് കഴിഞ്ഞാൽ മനസ്സിനെ മടങ്ങി ഒതുങ്ങി. അല്ലെങ്കിൽ മകന്റെ നാശം പൂർണ്ണമായും ആ സ്ത്രീ കാണും. എന്നിട്ട് അതിന്റെ പഴി മറ്റുള്ളവരുടെ തലയിലും കെട്ടിവെക്കും. നമ്മുടെ വീട്ടിൽ ചാടിയ വിവരം അച്ഛൻ പഠിച്ചു. ഇനി അങ്ങോട്ട് ചെന്നാ മതി. എടോ, ഇത് CI സാന്ദ്ര. ഹലോ സാന്ദ്ര. മഹേഷ് ഉറങ്ങിക്കാണില്ല എന്ന് കരുതി വിളിച്ചതാ. സാന്ദ്ര പറയും. മഹേഷ് എന്നെ ഒരു കാര്യം അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നില്ലേ? അതെ, എന്തെങ്കിലും വിവരം കിട്ടിയോ? അത് പറയാനാ ഞാൻ ഈ സമയത്ത് വിളിച്ചത്. മഹേഷ് സംശയിച്ച ആളിന്റെ ചില വരവ് പോക്കുകളെ പറ്റി കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നാളെ മഹേഷിന് സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറ്റും? നാളെ ആക്കുന്നതിന് ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് വരാം. ഇപ്പോഴോ?
സാന്ദ്ര, ഞാനിപ്പോ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞാനും വൈഫും കൂടി ഒരു സ്ഥലം വരെ പോയിട്ട് വരിക. ഞങ്ങളിപ്പോ വന്ന സാന്ദ്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? ഒരു 2 മണിക്കൂർ കൂടി ഞാനിവിടെ ഉണ്ടാവും. മഹേഷ് പോകുന്നു. എന്താ മഹേഷ്, ഈ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ എന്താ ഉള്ളത്? ആതിരയെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഞാൻ ആ സാന്ദ്രയുടെ സഹായം തേടി. അതിലെന്തോ ക്ലൂ ഇപ്പൊ സാന്ദ്രയ്ക്ക് കിട്ടിയിട്ട് അത് നാളത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് ഉടനെ അങ്ങോട്ട് പോവാം മഹേഷ്. അത് കഴിഞ്ഞ് നമുക്ക് എന്തോ എന്തായാലും തനിക്ക് അപ്പവും മുട്ടക്കറിയും കഴിക്കാൻ തോന്നിയത് നല്ല സമയത്താ. അതെ നിനക്ക് ഞാനൊരു പെഗ് പോയാൽ മാധവ്, നിനക്ക് വേണം ടച്ചിങ് ചിക്കൻ 65 മതി ട്ടാ. ഇല്ല വയ്യ, ഇനി ഇവിടെ കിടക്കട്ടെ. നീ ഒരു പുതപ്പെടുത്ത് പുതപ്പിച്ചു കൊടുക്ക്. അതെ, കുറച്ച് സുഖിച്ചാ മതി. റോഡിൽ കിടന്ന് നായ് മൂത്രത്തെ കുളിച്ച് നേരെ വിളിപ്പിക്കേണ്ട ആൾക്ക് ഇതൊക്കെ തന്നെ ധാരാളം. നേരെ ഒന്ന് വെളുത്തോട്ടെ. ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. എന്റെ ജീവനും കൊണ്ട് ഞാനങ്ങ് പോകും. നീ പോയാലെല്ലാം കഴിഞ്ഞതാണോ കരുതുന്നേ? നീ നിന്റെ വീട്ടിൽ ചെന്ന് നിന്നാ നിനക്ക് ഈ വിധി തന്നവള് സുഖിച്ച് ജീവിക്കും. ഒരു കുഞ്ഞുകൂടി വന്നാ അവളെല്ലാം തികഞ്ഞവളാവും. ഞങ്ങൾക്കൊരു തിരിച്ചടി കിട്ടിയ അതിന് പിന്നിലെ പാളിച്ച എന്തെന്ന് ആലോചിക്കും. എന്നിട്ടത് തിരുത്തും. അമ്മയ്ക്ക് എന്തുകൊണ്ട് അതിന് കഴിയാത്ത? യേശു പറഞ്ഞത് മുഴുവൻ കേട്ട് നിന്നിട്ടും എതിർത്തൊരു വാക്ക് പറയാൻ അമ്മയ്ക്ക് എന്താ കഴിയാതെ പോയത്? അമ്മയ്ക്ക് ഉത്തരം മുട്ടിയിട്ടല്ലേ? പറഞ്ഞെന്നെ തോൽപ്പിച്ച് കളഞ്ഞുന്ന് നീ അവളും കരുതെങ്കിൽ നിനക്കൊക്കെ തെറ്റിയടി. മനസ്സിന് മിണ്ടാതെ നിന്നത് ഉള്ള പണി കൊടുക്കാൻ വേണ്ടി തന്നെയാ. അവള് ഞാൻ കറി എന്നോട് പറഞ്ഞതിനുള്ള മറുപടി അന്നേരം ഞാൻ പറയും. അതുവരെ മനസ്സിന് നെഞ്ചിനുള്ളിൽ അത് വെക്കുന്നത് അവളോടുള്ള എന്റെ പക വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാ. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനാവില്ല. യേശുവിനെതിരെ നിങ്ങൾ ചലിച്ച അത് തടയാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. സഹിക്കാവുന്നതിൽ കൂടുതൽ ഞാൻ സഹിച്ചു. നിങ്ങൾ അർഹിക്കാത്ത വിലയ സ്ഥാനവും ഞാൻ തന്നു. ഇനി അത് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. നീ എന്തിയൂടി എന്നെ തല്ലൂ? തല്ലിയാലത് അപ്പോഴേ തന്നെ തീർന്നു പോവില്ലേ? അനുഭവിപ്പിക്കും നിങ്ങളെ ഞാൻ. ആശിതയെ നിങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. തൊട്ടുപോലെ തന്നെ എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ പിന്നെ എനിക്ക് ഭ്രാന്താവും. വലിച്ചു കയറി എറിയും ഞാൻ. ഇപ്പൊ ഇറങ്ങാൻ എന്റെ വീട്ടിൽ ഇറങ്ങാൻ. ആഹാ ഈശ്വരേ, എടാ മോനെ ഈശ്വരേ, ഇങ്ങോട്ട് വേഗം വാ. ഈ രാത്രി എനിക്ക് ഇവിടെ ഇവിടെ ഇറക്കി വിടണം. ഈശ്വരേ, ഒരു ഈശ്വരന് ഇനി നിങ്ങളുടെ വിളി കേട്ട് വരില്ല. നിങ്ങളുടെ മോന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ എന്റെ മോനെയും ഈ രാത്രി തന്നെ ഒന്ന് ഇറക്കി വിടാൻ പറ. അമ്മയ്ക്ക് മോനും എതിരെ രാത്രി തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും. രണ്ടിനെ അകത്താക്കിയിട്ട് ഞാനും എന്റെ മോനും ഈ വീട്ടിൽ വന്ന് താമസിക്കും. ഹായ്, ഈ വീട്ടില് വന്നടിക്കാം. നിങ്ങൾക്കത് കാണണമെങ്കിൽ ആഷിത മനസ്സിനിയമ്മയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുക. നിങ്ങൾ പറഞ്ഞതൊന്നും ചെയ്ത് കാണിച്ചതാ. എന്റെ അനിയത്തി നിനക്ക് തന്നിട്ട് പോയ ധൈര്യമാണല്ലേ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. അതെ, അവള് മാത്രമല്ല അവളുടെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന ധൈര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മാധവിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി നിങ്ങൾ ഒരാൾ മാത്രം. ആരുമില്ലടാ അവിടെ. മൂത്ത മകനെ ഒന്നിനും കൊള്ളാത്തവനാക്കി. രണ്ടാമത്തെ മകന് കുറച്ച് പ്രതികരിക്കാൻ കഴിയുന്നതുകൊണ്ട് അവനുള്ള ശിക്ഷ നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കി വെച്ചു. താലികെട്ടിന് ശേഷം ആ പെണ്ണിന് അമ്മയാകാൻ ശേഷിയില്ലെന്ന് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥാപിക്കോ? മകന് നിങ്ങൾ കെട്ടിച്ചു കൊടുത്ത പെണ്ണിന് ആ വിധി തന്നെ ദൈവം ഇടുക്കി പോലെ നിങ്ങളുടെ തലയിൽ വീഴ്ത്തി തന്നു. ഡോക്ടർ ദേവികയ്ക്കുള്ള ശിക്ഷ എട്ടും പൊട്ടും തിരിയാത്ത അവരുടെ ചെറുമകളുടെ തലയിൽ വന്ന് വീണ പോലെ. ഇപ്പൊ കണ്ടില്ലേ ഒരു മോന്റെ അവസ്ഥ? 2 പെഗ് ഒന്നിച്ചെടുത്തോട്ടാ. പിന്നെ വേഗം വേണം. സോഡ വേണ്ട, വെള്ളം. അതെ, ടച്ചിങ്സ് വേണ്ടേ? നീ എടുത്തോ, നിന്റെ വകയല്ലേ, നീ എടുത്തോ. ആശിതയെ ഇറക്കി വിടാൻ ഈശ്വർ മോൻ ഇതുവരെ വന്നില്ലല്ലോ മനസ്സിനമ്മേ. നീ ചെവി നുള്ളിക്കോടി. നിന്നെ ഞാൻ എന്റെ വീട്ടിൽ വാഴിക്കൂല. ആര് വാഴും ആര് വീഴുംന്ന് നമുക്ക് കാണാം. മനസ്സിനിയമ്മ റൂമിൽ പോയിരുന്ന് ആലോചിക്കും. ആഷിത ഇവിടെ തന്നെ കാണും. അല്ലാതെ എവിടെ പോവാൻ? ലയെ, നീ എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ശ്രമിക്കേ. പിന്നെ ഞാൻ ഈ കാണുന്നത് അനുഭവത്തിനൊക്കെ എന്താ സ്വപ്നോ? ഇഷു മഹേഷും മാധവിനെ വീട്ടിലെത്തിച്ചത് തെറ്റായിട്ട് നീ കാണുന്നുണ്ടോ? പകൽ നേരം പോലും യാത്രക്കാരെ കടിച്ചു കീറുന്ന തെരുവ് നായ്ക്കളുള്ള കാലവ. മാധവ ബോധമില്ലാതെ റോഡ് സൈഡിൽ കിടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുന്നു? നീ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് അവരെ കുറ്റം പറ. മാധവ ഇഷു സുഹൃത്തുക്കളാണെന്നതിനപ്പുറം ഒരു ബന്ധവുമില്ല. അവളുടെ എല്ലാ കാര്യങ്ങളും മഹേഷിന് അറിയാം. പരസ്പര വിശ്വാസത്തോടെയാ അവര് ജീവിച്ചു പോകുന്നത്. കെട്ടുതാലി അഴിച്ചു കൊടുത്തിട്ട് പോയ ഒരു പെണ്ണിന് അയാളോട് എന്ത് ഇഷ്ടം തോന്നാന്? ഇഷിതയ്ക്ക് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മാധവ് അവളെ ഉള്ളിൽ പ്രതീക്ഷയല്ലേ നടക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ മാധവ് ഇങ്ങനെയാണോ ജീവിച്ചത്? ഒരു കുഞ്ഞിന് വേണ്ടി നിന്നെയും കൊണ്ട് എവിടെയെല്ലാം പോയി. മനസ്സിനമ്മയുടെ ചതി മനസ്സിലായ ശേഷമല്ലേ മാധവിന് ഈ തകർച്ച ഉണ്ടായത്? അതിനു മുമ്പേ മാധവിന് മാറ്റം ഉണ്ടായിരുന്നു. എന്തായിരിക്കും അതിന് കാരണം? അവള് വേണ്ടെന്ന് വെച്ച് നിന്റെ ഭാര്യയായി സ്വീകരിച്ചു. മാധവിനോടുള്ള നിന്റെ സമീപനം നല്ലതായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കോ? ഇനിയിപ്പോ എന്റെ തല കിട്ടി വെച്ചോ. അനിയത്തെ ന്യായീകരിക്കാനല്ലേ ചേച്ചി ശ്രമിക്കൂ. ഒന്ന് പോയി തരോ? നിന്റെ മുന്നിലേക്ക് എന്തിനാ ഞാൻ എന്റെ അനിയത്തെ ന്യായീകരിച്ച് വരേണ്ടത്? അതിനുള്ള മറുപടി നീ എനിക്കതാ. യേശുവിനെ ജീവിക്കാൻ നിന്റെ സമ്മതം വേണം. എന്തിന്? ഞാൻ ചാടി അവൾക്കൊപ്പം എത്തുന്നില്ലെന്നല്ലേ അഹങ്കരിച്ചത്? നിനക്കൊരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടി അവള് പറഞ്ഞതാ. എന്താ അത് സത്യമല്ലേ? ഭർത്താവിന് ഒരു പഴയ ബന്ധം ഉണ്ടായിരുന്നു എന്ന് വെച്ച് അത് നിലവിലെ ബന്ധത്തെ ബാധിക്കുന്നതല്ലെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട. നിനക്ക് അമ്മ പറയുന്നതായിരുന്നു വിശ്വാസം. നീ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കില്ലേ? നിന്നെ കൊണ്ട് അമ്മ യേശുവിനെതിരെ എന്തൊക്കെ ചെയ്യിച്ചു. യേശു നിന്നെ വിടാതെ പിന്തുടരുന്നു എന്ന് നീ വിശ്വസിച്ചു. നിന്റെ കുഞ്ഞ് അബോഷനായി പോകാൻ കാരണക്കാരി യേശു ആണെന്ന് അമ്മ നിന്നെ വിശ്വസിപ്പിച്ചു. നിന്റെ മുഴുവൻ സ്വസ്ഥതയും നശിപ്പിച്ചത് അവരാ. മാധവ് ആരോടാ ഈ പക തീർക്കുന്നത്? അത് സ്വന്തം അമ്മയോടല്ലേ? പക്ഷെ അത് ഇഷ്ടതയും നഷ്ടമായതിന്റെ വേദന കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നു. പക്ഷെ സത്യം അതല്ലല്ലേ? ജീവിതം തന്നെ കൈവിട്ട നിലയിലാ മാധവ്. എടി, നിനക്ക് മാധവല്ലാതെ ആരും ഇല്ലെന്ന് നീ മനസ്സിലാക്കണം. ഇനിയും എത്രയോ കാലം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ. ദേ, ഉറപ്പായി നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. ഇപ്പൊ സംഭവിച്ചതൊക്കെ വലിയൊരു പുസ്തകത്തിന്റെ ഒരു പേജ് മാത്ര. എനിക്ക് മടുത്തു തന്നെയാ ഞാൻ പോകാൻ തീരുമാനിച്ചത്. അതിന് ഒരു മാറ്റമില്ല. ജീവിതത്തില്
ഒരു നല്ല കാലവും മോശകാലവും ഉണ്ടാവും. മോശകാലം ഒന്ന് കടന്നു കിട്ടാനാ ശ്രമിക്കേണ്ടത്. മാധവിന്റെ തകർച്ച കണ്ടു നിൽക്കുകയല്ല ഒരു ഭാര്യ എന്ന നിലയിൽ നീ ചെയ്യേണ്ടത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോകുന്നത് രക്ഷപ്പെടലും അല്ല. അവിടെ ആ കുട്ടിയുണ്ടെങ്കിൽ ആകാശത്തെ ഗുണ്ടകളും കാണും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജീവൻ പോലും തിരിച്ചു കിട്ടില്ല. അപ്പൊ പണി ഇരന്നു വാങ്ങാൻ വേണ്ടി വന്നതല്ലേ? ആതിര അവരുടെ കൂടെ ഇല്ലത്ര.